ആണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? ആദ്യത്തെ എന്റെ ലൈഫ് പിന്നെ എനിക്ക് തന്നിട്ട് പോയി. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണു സുധിയെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും കൊല്ലം സുധിയെ കുറിച്ചിട്ടാണ്. ഈ കൊല്ലം സുധി മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നു. ഈ ചടങ്ങ് രണ്ടായിട്ടാണ് നടന്നത്. ഒന്ന് രേണു അവരുടെ വീട്ടിലും, 2 കൊല്ലം സുധിയുടെ മകൻ മറ്റൊരു വീട്ടിലും, മൂത്ത മകൻ മറ്റൊരു വീട്ടിലും. ഒന്ന് ഹിന്ദുപരമായ ചടങ്ങിലും ഒന്ന് ക്രിസ്ത്യൻ പരമായ ചടങ്ങിലുമാണ് ഈ ആരാധനയും കാര്യങ്ങളും എല്ലാം നടന്നുപോയത്. ഈ കൊല്ലം സുധി വീണ്ടും സമൂഹ മാധ്യമത്തിലേക്ക് കയറി വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ മുഖമോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്താതെ കൊല്ലം സുധി ഇവരെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നത് നിയമപരമായിട്ട്. അതിനുശേഷം രേണുവിന്റെ വരവോടുകൂടിയാണ് ഈ രണ്ടാം കല്യാണത്തിൽ നിന്ന് വേർപിരിഞ്ഞ് രേണുവിലേക്ക് പോയത് എന്നൊക്കെയുള്ള വലിയൊരു അലിഗേഷനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ടന്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും, മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 ആയിരുന്നു. 2012 ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം ഓക്കെ, കൊല്ലത്ത് വെച്ചിട്ട് കല്യാണം നടന്നു, നിയമപരമായിട്ട് ഇവരെയും കല്യാണം കഴിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ചാനലിലേക്ക് വിളിച്ച സ്ത്രീ അവകാശപ്പെട്ടത്. ഇവരുടെ മുഖമോ ഐഡന്റിറ്റിയോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പല ആളുകൾക്കും ഇത് കേട്ടപ്പോൾ ആരാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതേസമയം രേണു വാദിക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ രേണു മാത്രമാണ് കൊല്ലം സുധിയുടെ ഏക നിയമപരമായി വിവാഹിതയായ ഭാര്യ എന്നുള്ള രീതിയിൽ രേണു സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ചാനലിലേക്ക് വിളിച്ചൊരു കോൺട്രവേഴ്സി നടന്ന സാഹചര്യത്തിൽ രേണു ഇതിനെതിരെ പ്രതികരണമായിട്ട് നടത്തി. ഏത് കോൺട്രവേഴ്ഷ്യൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാലും അതിനെല്ലാം കൃത്യമായി ഉത്തരം പറയുന്ന രേണു ഈ തവണ പറഞ്ഞ ഉത്തരങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ആ പുള്ളിക്കാരിയുടെ ഒരു സ്ട്രക്ചറിൽ, ഒരു സ്റ്റൈലിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് പുള്ളിക്കാരി പറഞ്ഞ ഉത്തരം ഒന്ന് കണ്ടു നോക്കാം. അല്ലെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എനിക്കറിയാം ആള് ഷൂട്ടില്ലാത്തപ്പം കഴിക്കും. ആരാ കഴിക്കാത്തത്? എല്ലെപ്പോഴും കഴിക്കും. അതല്ലാതെ ഇപ്പം സുധിച്ചേട്ടൻ എന്തിനാണ് എടുത്ത്? ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ആള് മരിച്ചിട്ട് 2 വർഷമാകുന്നു. ആളെ എന്തിനാണ് വെറുതെ ആളുടെ പേര് മരിച്ചു പോയാലല്ലേ അവര്? ഓക്കെ, ഇത് കൊല്ലം സുധി അതിഭീകരമായി മദ്യത്തിന് അടിമയായിരുന്നു എന്ന് ആ ചാനലിൽ വിളിച്ച ആൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അതിനോടൊപ്പം പുള്ളിക്കാരി കൂട്ടിച്ചേർത്തൊരു വാചകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിട്ട് 2 വർഷമായി. എന്തിനാണ് അദ്ദേഹത്തിന്റെ പേര് എപ്പോഴും വലിച്ചിരുന്നത്? ആരാണ് അദ്ദേഹത്തിന്റെ പേര് എപ്പോഴും വലിച്ചിട്ടുണ്ടിരുന്നത്? നിങ്ങളാണ് ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ് ആളുകൾ വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളെ പരിഹാസപാത്രമാക്കി പലരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ആ പുള്ളിക്കാരൻ വളരെ നല്ല രീതിയിൽ ജീവിച്ചു, വളരെ ക്രെഡിബിലിറ്റി ആയിട്ടൊരു പേരുണ്ടാക്കി, വളരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഹാസ്യ കലാകാരനായി. ആ കലാകാരനെയും കൂടെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തത് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനൊരു അലിഗേഷൻ വന്നു. ഇത് ഒറിജിനൽ ആണെങ്കിലും കള്ളത്തരമാണെങ്കിലും നിങ്ങളോടുള്ള ദേഷ്യപ്രകാരമാണ് ഈ സാധനം വന്നത്. ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾ അവരെ അറിയത്തില്ല, സുധിച്ചേട്ടൻ വെച്ചോണ്ടിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചതുകൊണ്ട് വന്നു. കള്ളത്തരമാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന നിങ്ങളെ പിടിച്ച് ഫെയിം ഉണ്ടാക്കാൻ വന്നു. എന്തായാലും കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ പേര്, ക്രെഡിബിലിറ്റി, അയാൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ ഒരു പേര് നശിപ്പിക്കാൻ ഒരു പ്രധാന കാരണം രേണു സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുന്ന ബാക്കി കൂടെ കേൾക്കാം. മാരേജ് സർട്ടിഫിക്കറ്റ് അവർ കാണിച്ചോ? നിങ്ങളെ കാണിച്ചോ? പറയുന്നല്ലേ ഉള്ളൂ. ഞാൻ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് പറയാനാണ്? എനിക്കറിയാം മാരേജ്. ഓക്കെ, ആരാണ് എന്താണെന്ന് അറിയില്ല എന്നാണ് രേണു സുധി ഇവിടെ സംസാരിക്കുന്നത്. രേണു സുധി ഓൾറെഡി പുള്ളിക്കാരിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് മെയിൻ സ്ട്രീം 1 എന്ന് പറയുന്ന ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം മറ്റേ സുധിയുടെ 2ാം ഭാര്യ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട ആൾ ഈ മാരേജ് സർട്ടിഫിക്കറ്റും ഡൈവേഴ്സ് നോട്ടീസും എല്ലാം ആ ചാനലിലെ അവതാരികയെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് നമ്മളിലേക്ക് എത്തിയിട്ടില്ല, നമ്മളിത് അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൊല്ലം സുധി 3 കല്യാണം കഴിച്ചു എന്ന് തന്നെ കരുതുക. ഒന്ന് ലിവിങ് ടുഗദർ, 2ാമത്തെ ഭാര്യ വിവാഹിതയായി, 3ാമത്തെ ഭാര്യയാണ് ഇവര്. ആണെങ്കിൽ തന്നെ 2ാമത്തെ ഭാര്യയുമായിട്ട് നിയമപ്രകാരം വേർപിരിഞ്ഞു എന്നവർ പറയുന്നുണ്ട് കൊല്ലം കോടതിയിൽ വെച്ചിട്ട്. അപ്പോൾ 3ാം ഭാര്യ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ നിലവിലെ ഭാര്യ എന്ന റൈറ്റ് നിലവിലുള്ളത് രേണുവിന് മാത്രമാണ്, അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? രേണുവിനാണ്. അപ്പൊ ഈ 2ാമത്തെ ആൾ വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു സുധി എവിടേക്കോ കൊല്ലം സുധി ചുമ്മാ നടന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി കൊല്ലം സുധിയോട് ആ സെറ്റപ്പിൽ പറഞ്ഞു. അതിൽ പ്രൊവോക്കായിട്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതിനകത്ത് യാഥാർത്ഥ്യം നമുക്കറിയില്ല. യാഥാർത്ഥ്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം.
ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരെ പറ്റി എനിക്ക് അറിയില്ല. അത് ആരാണ് അത് പറയുന്നത് വെച്ചാൽ അത് സുധിയുടെ ലീഗലി ഉള്ള അയ്യോ, അത് ആരാണെന്ന് രേണുവിന് അറിയത്തേയില്ല. അങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് രേണുവിന് അറിയത്തേയില്ല. ഇതിനകത്ത് ഓൾറെഡി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എൻ്റെ മനസ്സിലാക്കൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഓൾറെഡി ഇവർക്കെല്ലാം ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഇതിനകത്ത് ഇവർ പറയുന്ന കഥകളൊക്കെ സത്യമാണെങ്കിൽ കൊല്ലം സുധിയാണ് ഇതിനകത്തെ കൾപ്രിറ്റായിട്ട് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുക. കാരണം പുള്ളിക്കാരൻ രേണുവിനോട് മുമ്പത്തെ ആളെ വിവാഹം കഴിച്ചിട്ടില്ല, നിന്നെ മാത്രമാണ് നിയമപ്രകാരമായി വിവാഹം കഴിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ രേണുവിൻ്റെ മനസ്സിൽ പുള്ളിക്കാരിയെ മാത്രമേ നിയമപ്രകാരമായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ളൂ. പുള്ളിക്കാരി അതേ അവകാശപ്പെടത്തുള്ളൂ. മറ്റേ ഒരാളെ ഇവരെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയും? ഈ രണ്ടാം ഭാര്യ എന്ന് പറയുന്ന ആളെ ഒരിടത്തും കൊല്ലം സുധി മെൻഷൻ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ 15,000 സബ്സ്ക്രൈബറിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. നമ്മളെ 15,000 ഒന്ന് തള്ളി എത്തിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയേക്കാം. എനിക്കറിയില്ല. എനിക്ക് സുചേട്ടന്റെ വൈഫിനെ അറിയാം, കിച്ചുവിന്റെ അമ്മേനെ അറിയാം. ആള് മരിച്ചിട്ട് 5 വർഷമായി. വേറെ ആരെയും എനിക്കറിയില്ല. ഓക്കെ, അതാണ് രേണു സുധിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കൊല്ലം സുധി ഫ്ലവേഴ്സ് TV-യിൽ രേണു സുധിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സീനുണ്ട്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് നമുക്കൊന്ന് കാണാം. അതിനകത്ത് കൊല്ലം സുധി പറയുന്ന ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാട്ടോ. അവരോട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണ്ടി കട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, രേണു സുധീനെ കെട്ടിപ്പിടിക്കുന്നു, കൊച്ചു കയ്യിലുണ്ട്, മൂത്ത മകൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഡയലോഗ് വരും കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വരാം. പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാവരും കാണാൻ കൊതിച്ച നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ ഫാമിലി. അപ്പൊ ഇനി സുധിച്ചേട്ടന്റെ ഫാമിലിയെ സുധിച്ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തും. ആദ്യം വാവക്കുട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതാണ് എന്റെ വാവക്കുട്ടി, രേണു. രേണു മൈ വൈഫ്. ഇത് ആണ് എല്ലാരും കാണാൻ ആഗ്രഹിച്ച രാഹുൽ. ഇത് ഋതുക്കുട്ടൻ. രാഹുലിന്റെ കാര്യമാണ്. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. ആദ്യത്തെ എന്റെ ലൈഫ് പിന്നെ എനിക്ക് തന്നിട്ട് പോയി. ചേട്ടന്റെ ആദ്യ ഭാര്യ എനിക്ക് രണ്ടാമത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് എന്റെ വാവക്കുട്ടീനെ. ഓക്കെ, ആദ്യത്തെ ഭാര്യ മൂത്ത മകനെ കൊടുത്തിട്ട് അവൾ പോയി. എനിക്ക് രണ്ടാമത് എൻ്റെ ലൈഫിലേക്ക് ദൈവം തന്നതാണ് രേണു സുധി എന്ന് പറഞ്ഞിട്ടാണ്, വാവക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ നടുവിലുള്ള രണ്ടാമത്തെ ഒഫീഷ്യലി വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെടുന്ന അവരുടെ കാര്യം സുധി ഒന്നെങ്കിൽ മനഃപൂർവ്വമായിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്തോ അങ്ങനെ ഒരാളെ കുറിച്ച് സുധിയും പലയിടങ്ങളായിട്ട് മെൻഷൻ ചെയ്ത് നമ്മൾ കാണുന്നില്ല. സുധി എങ്ങും മെൻഷൻ ചെയ്തിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ ഇടൂ. ഞാൻ എനിക്കെങ്ങും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ റിലേഷൻഷിപ്പിലുള്ള മോനാണ് അതെ രാഹുൽ. അല്ല, ഇത് പറയുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരിയുടെ മൂത്ത മോനാ ഇത്. ഓക്കെ, പുള്ളിക്കാരുടെ മൂത്ത മോനാണിത്. വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവർ മുന്നോട്ട് കഴിഞ്ഞു പോയതെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഓൾറെഡി അലിഗേഷൻ വന്നത് മൊത്തം കൊല്ലം സുധിക്കെതിരെയാണ്. കൊല്ലം സുധി രേണുവിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തു അതേപോലെ തന്നെയാണ് ഈ രണ്ടാമത് ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ആളെയും അപ്രോച്ച് ചെയ്തത്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ രേണുവായിട്ടുള്ള മോശപ്പെട്ട ചാറ്റുകളും കാര്യങ്ങളൊക്കെ ഇവർ കണ്ടത് പ്രമാണിച്ചാണ് ഇവർ വേർപിരിഞ്ഞത്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പം അങ്ങനെ രണ്ടാം ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്കൂടെ വരാം. ഈ കൊല്ലം സുധി മരിച്ചതിന് ശേഷം അവിടെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങ് രണ്ടായിട്ടാണ് നടന്നത്. ഒന്നാമത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയുടെ മൂത്ത മകൻ ഹിന്ദു ആചാരപ്രകാരം ഈ ചടങ്ങുകൾ കഴിച്ചു. രേണു സുധി അവരുടെ വീട്ടിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമായിട്ട് 2 വർഷത്തെ ഓർമ്മ പ്രകാരമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി. ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി മകനെ വിളിച്ച് സംസാരിക്കുന്നത്, ഈ രണ്ടായിട്ടാണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മകനുമായിട്ട് സംസാരിച്ചതെന്ന് കാണിക്കാം. കിച്ചു എന്തിയാടാ? കിച്ചുനെ ഒന്ന് വിളിച്ചേ. കിച്ചു, ചടങ്ങായിരുന്നോ അവിടെ? ചടങ്ങ് കഴിഞ്ഞോ? ഉച്ച കഴിഞ്ഞ് മഴയില്ലെങ്കിൽ പോരെ. ചടങ്ങ് കഴിഞ്ഞില്ലേ വാവേ? ഓക്കെ, അതാണ് അവർ സംസാരിച്ചത്. രണ്ടായിട്ടാണ് ഈ ചടങ്ങ് നടന്നത്. അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഈ വിഷയത്തിനകത്ത് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓൾറെഡി ഈ രേണു സുധി എന്ന് പറയുന്ന ആളാണ് ഒഫീഷ്യലി കൊല്ലം സുധിയുടെ ഭാര്യയായിട്ട് നിലവിൽ നിയമപ്രകാരമുള്ളത്. ഇനി എന്താണ് ഇവർക്കിടയിലുള്ള ക്ലാഷ് എന്നറിയില്ല. ഈ രണ്ടാമത്തെ ആളുടെ കല്യാണം കഴിച്ച സെപ്പറേറ്റ് ടിക്കറ്റോ വേർപിരിഞ്ഞ സെപ്പറേറ്റ് ടിക്കറ്റോ നമ്മൾ കണ്ടിട്ടില്ല. ഈ സാധനം എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
എന്താണ് ഇവർക്കിടയിൽ നടന്നതെന്ന് അറിയില്ല. ഒരു ഇപ്പോൾ നിയമപ്രകാരമായി ഭാര്യയായിട്ട് നിൽക്കുന്ന രേണുസുധിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണ് കല്യാണം കഴിച്ചത്, എൻ്റെ ഭർത്താവാണ് അദ്ദേഹം, ഞാനാണ് ഒഫീഷ്യൽ വൈഫ് എന്ന് അവർ പ്രൂവ് ചെയ്യേണ്ട തലത്തിലേക്ക് വന്നു. ഈ പ്രൂവ് ചെയ്യേണ്ട തലത്തിലേക്ക് വരാനുള്ള കാരണം അവർ നിലവിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് നെഗറ്റീവ് ഫെയിമാണ്. നെഗറ്റീവ് ഫെയിം ആഗ്രഹിച്ച് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നുണ്ട്. പ്രശ്നേഷ് അതിന് വലിയൊരു ഉദാഹരണമാണ്. ഈ നെഗറ്റീവ് ആഗ്രഹിച്ച് വരുന്നവരെല്ലാം ഇങ്ങനൊരു വിഷയത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല. ഈ സമയത്ത് തന്നെ ഇവർ ഈ കോൺട്രവേഴ്സി നിന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ രണ്ടാം ഭാര്യ വന്നു, ഇങ്ങനെ പല കോൺട്രവേഴ്സി നിന്ന സമയത്ത് തന്നെ ഇവർ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതും റീച്ചിന് വേണ്ടി മാത്രം ചെയ്ത സാധനങ്ങളെ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഒരു വൈറൽ സംഭവമായിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചേരും. ഈ ഒരു സീൻ എന്ന് പറയുന്നത് ഇത് കോൺട്രവേഴ്സിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു ആൽബവും കാര്യങ്ങളുമാണ്. കോൺട്രവേഴ്സി ഉണ്ടാക്കട്ടെ, അവർ റീച്ചിലേക്ക് പോട്ടെ. അതിനുശേഷം പുള്ളിക്കാരിയെ ട്രോൾ ചെയ്ത ആളുടെ അടുത്തേക്ക് പുള്ളിക്കാരി ചെന്ന് ബഹളം വെച്ചു, പൈസ താടാന്ന് പറഞ്ഞിട്ട് സീൻ ഉണ്ടാക്കി. ആ സീനോട് നമുക്ക് കാണാം. നിങ്ങൾ എന്താണ് എന്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കിയത്? പൈസ ഞാൻ ഷൂട്ട് പോലും ഉറക്കം വളച്ച് ഞാൻ വന്നത്, ഷൂട്ട് പോലും നിർത്തി ഞാൻ വന്നാൽ എനിക്ക് പൈസ വേണം. ചേച്ചി അവിടെ തന്നെ വന്നോടെ നജീവല്ലേ പൈസ ഓക്കെ, രേണുസുധി അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ട്രോളി ആളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരെ വെച്ചുണ്ടാക്കിയ പണം തരണമെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ട്രോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി. ഇതും ഒരു പ്രൊമോഷൻ്റെ ഭാഗം തന്നെ. ഇതും എപ്പോഴാണ് നമ്മൾ ഈ കോൺട്രവേഴ്സി നടന്ന സമയത്ത് പുള്ളിക്കാരി ചെയ്യാണ്. പുള്ളിക്കാരി നാച്ചുറൽ ആക്ടിങ് പഠിച്ചു. പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുമ്പോൾ പുള്ളിക്കാരി നാച്ചുറൽ ആക്ടിങ് പഠിച്ചു. ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ നിങ്ങൾ കാണിക്കാം. അവരെ തന്നെ കേട്ടോ ഇവര്, ആള് മാറ്റമൊന്നുമില്ല, അതേ ആള് തന്നെ. ഓക്കെ, ഇത് മറ്റൊരു കോൺട്രവേഴ്സി കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. നിങ്ങളിങ്ങനെ നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കും തോറും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരെ വന്നുകൊണ്ടേയിരിക്കും. ഈ രേണുസുധി ഒരുപാട് നെഗറ്റീവ് ഫെയിം ആഗ്രഹിക്കുന്നുണ്ട്. ആ നെഗറ്റീവ് ഫെയിം ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെ ഈ കുഴിയിലൊക്കെ കൊണ്ട് ചാടിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും കൊല്ലസുധി വേർപെട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഓർത്തിട്ട് എനിക്ക് അതിയായ വിഷമമുണ്ട്. മരണപ്പെട്ട് പോയതിനു ശേഷം അയാൾ ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി മൊത്തം നശിക്കുക, അയാൾ ജെനുവിൻ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക, അയാളെക്കുറിച്ച് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരിക, ജനമനസ്സുകളിൽ അയാൾ ഉണ്ടാക്കിയ പേര് സമ്പൂർണ്ണമായി നശിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ രേണുസുധി തന്നെയാണ് കൊല്ലസുധീനെ പരിഹാസ കഥാപാത്രമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത്. ഈ ഫോട്ടോ വെക്കുന്നു, ചേട്ടനല്ലാതെ എനിക്ക് വേറെ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ലെന്ന് പറയുന്നു, പലതരത്തിലുള്ള ആടലും തുള്ളലും ഒക്കെ ആൾക്കാർക്ക് മോശമെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കൊല്ലസുധിയുടെ പേര് നശിച്ചതിന് ഒരു പ്രൈം കാരണമായിട്ട് എനിക്ക് മനസ്സിലായത് രേണു തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം രേണു അതാരത് എനിക്ക് അറിയത്തില്ല, എനിക്ക് അങ്ങനെ ചുമ്മാതാ. ഇവർക്കെല്ലാം ഈ സംഭവങ്ങളൊക്കെ അറിയാം. ഇതിനകത്ത് കൊല്ലസുധി എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഇതാണ് ഇതിനകത്ത് മെയിൻ ഒരു സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ മരിച്ച ആത്മാവിന് എത്രയും പെട്ടെന്ന് ശരിയായ നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ടാണ്.